താന്ന നിരത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യും. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന ഉത്തമ ഉദാഹരണമായതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു 18 വയസ്സുകാരൻ്റെ ദൃഢനിശ്ചയവും ഹാർഡ് വർക്ക്, അവിടെ ഓടിയ നീര് ശുദ്ധമായ പാലും. സ്വാഗതം ചെയ്യാം നമുക്ക് രഞ്ജിത്ത് കുമാർ. ആരാണ് ഇദ്ദേഹം? ID മിൽക്കിന്റെ ഓണറാണ്. സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും അതേപോലെ ജോയിന്റ് MDയുമായ സായി പ്രിയങ്കയുണ്ട്. അതേപോലെ 2 കുട്ടികളും നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുകയാണ്, ശിവാനിയും ധൃതിയും. ആണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ ഒരു ഹാർഡ് വർക്കാണ് ഇന്ന് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. 18 വയസ്സിൽ ഡയറി എന്നൊരു കോൺസെപ്റ്റിനോട് എന്തുകൊണ്ടാണ് സാറിന് അത്രയും താല്പര്യം തോന്നിയത്? ഡയറിയോട് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ രണ്ടാമത് തൊഴിൽ എന്ത് ചെയ്യണമെന്നുള്ള മനസ്സിലുണ്ടാകുന്ന ഒരു ആശയങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ആലോചന മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏത് ജോലി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുന്നതും ആ മനസ്സിലുണ്ടാകുന്ന സമയത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയിലോട്ട് എൻ്റെ ശ്രദ്ധ പോയി. അതിൻ്റെ തൊട്ടടുത്ത് തൊഴുത്തുമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് പിന്നെ സ്ഥലമുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഒരു ഡയറി ഫാം തുടങ്ങിക്കൂടാന്നുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തയുണ്ടായത്. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ മനസ്സിലുണ്ടായ ആശയം അതാണ്, നമുക്ക് ഉള്ള പ്രോപ്പർട്ടിയെ എന്തുകൊണ്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നുള്ളതാണ്. കാരണം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി എന്താവണം, പിന്നെ ഞാൻ വഴി ഇപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന തൊഴിൽ ഏതായിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. അതിൻ്റെ അനലൈസേഷനും ഇതെല്ലാം സ്വയം നമ്മൾ ഒന്ന് വിലയിരുത്തിയിട്ട് ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ള ഫുൾ പിക്ചർ നമുക്ക് ഉള്ളിലുണ്ടാകും. എന്തൊക്കെയാണ് നെഗറ്റീവ്സൊക്കെ ഉണ്ടാകുന്നുള്ളത് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഇതിലോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിരിക്കും. ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ജോലിയല്ല. അപ്പോൾ ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു തൊഴിലിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു തൊഴിലാണ്. അതിന് ചെറിയ പ്രോബ്ലങ്ങളുണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഞാനത് ശരിക്കും ചെയ്ത് തെളിയിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പഠിച്ചു, പ്രയത്നിച്ചു. അങ്ങനെയാണ് ഡയറി എന്നുള്ളൊരു ആശയത്തിലോട്ട് വന്നത്. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ എന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിൽ ആദ്യം വന്നത് ഇന്ന് ID ഇന്ദിര അല്ലെ, അമ്മയുടെ പേര്. അപ്പോൾ അമ്മയോട് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ, അന്ന് അച്ഛനോട് സംസാരിക്കാൻ പോലും വളരെയധികം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ എന്തായിരുന്നു പറഞ്ഞത് ആദ്യമായി? അല്ല, അമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ ഒരു കോൺസെപ്റ്റ്. പിന്നെ എപ്പോഴും സംസാരിക്കുന്നത്, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ നമുക്ക് തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് കേട്ട് വളർന്ന ഒരു ശീലമാണ് എനിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആശയം ഫസ്റ്റ് അമ്മയുടെ അടുത്തത് പറഞ്ഞ്, കുറച്ച് വിഷമവും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അമ്മ ഇത് ഏറ്റെടുക്കണമെങ്കിൽ പിന്നെ അച്ഛൻ്റെ അനുവാദം ഉണ്ടാവണം. അപ്പോൾ അത് നിരന്തരം പറഞ്ഞ് അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തു. ബുദ്ധിമുട്ടാണെങ്കിലും അക്സെപ്റ്റ് ചെയ്തു. ഒറ്റപ്പെടൽ, കഷ്ടപ്പെടൽ, ഇതിലേതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്? രണ്ടും 2 തലത്തിലാണ് വരുന്നത്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആരുമായിട്ട് കോണ്ടാക്ട് കിട്ടത്തില്ല. അപ്പോൾ ഒറ്റപ്പെടുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമൂഹം നമ്മളെ ഒഴിവാക്കുമ്പോഴത്തേക്കാണ് ഒറ്റപ്പെടുന്നത്. അത് സമൂഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഒഴിവാക്കും. അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കും, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നുണ്ടാക്കും, സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും സ്വീകരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഞാൻ ഒരു ശരി വയ്ക്കണം, ഒരു സക്സസ് ആക്കിയാൽ മാത്രമേ എന്നെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം ബോധം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നെ അവോയ്ഡ് ചെയ്യുന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്നെ സ്വീകരിക്കണമെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തിനാണോ ഇറങ്ങി തിരിച്ചത് അത് സക്സസ് ആക്കുക എന്നുള്ളത്, അത് മറ്റുള്ളവർക്കൊരു പാഠവുമാവണം. അപ്പോൾ അതും ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ എനിക്ക് രണ്ടും 2 രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് തിരസ്കരിക്കൽ എന്ന് പറയുമ്പോൾ അതുണ്ടാവും, സ്വീകരിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ രണ്ടിൻ്റെ അർത്ഥം
അദ്ദേഹത്തിൻ്റെ മനസ്സിലായല്ലോ. അപ്പം ഞാനത് രണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങി. ആദ്യം തിരസ്കരിക്കലാണ്, പിന്നെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന വഴി ഒരുപാട് ലേറ്റായി. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, അത് ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ തിരസ്കരിക്കലാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ കിട്ടിയത് വൈഫ് വന്നതിന് ശേഷം തന്നെയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനേക്കാളിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക ഒറ്റ കാര്യമാണ്. നേരെ മറിച്ച് ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പ്ലാനിങ് മുതൽ ആ ഒരു എക്സിക്യൂഷൻ വരെ കംപ്ലീറ്റ് നമ്മുടെ കൈ വേണം അല്ലേ. അതിൽ ആദ്യം തുടങ്ങിയത് എന്തായിരുന്നു? അന്ന് ഫാം ഉണ്ടായിരുന്നു. അതിന് ബാങ്കിങ്, ഗ്രോസറീസ് ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് കയറി. അപ്പോൾ നിങ്ങൾ ഈ ഒന്നിച്ച് ഇത്രയും ബിസിനസ്, എസ്പെഷ്യലി ഡയറി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സാധനങ്ങൾ ചീത്തയാകാൻ ചാൻസ് ഹൈ ഉള്ള ഒരു ഏരിയ ആണ്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്ട്രെസ് റിലീസ് എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഇതിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ തന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വൈകുന്നേരം സിറ്റിയിൽ പോകും. പത്മനാഭ സാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ആ സ്റ്റെപ്പിൽ പോയിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നൈറ്റ് ആവുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരു അതൊന്നും കുട്ടികളൊന്നും ആയിട്ടില്ല. ഈ ഒരു സമയം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഞങ്ങൾ ഹാപ്പി കണ്ടെത്തി. ആ എനർജി ഒന്ന് അല്ലേ, ആ ഒരു ചാർജിങ് എന്ന് പറയുന്നത് വൈകുന്നേരം നിങ്ങൾ ഒത്തുള്ള സമയമായിരുന്നു. ഇപ്പോഴും ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് നോളജ് നമുക്ക് എന്തിനെക്കുറിച്ചും. പക്ഷെ അത്രയും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ അച്ഛനുണ്ടായിരുന്ന വീട്ടിൽ വേണ്ട എനിക്കിത് മതി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം അവിടെ ഉപേക്ഷിച്ച് താങ്കളുടെ ഡ്രീമിലേക്ക് താങ്കൾ നടന്നെടുക്കുമ്പോൾ എന്താണ് താങ്കളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം? സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതല്ല. നമ്മുടെ അറിവ് എന്താണ്, നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് തൊഴിലിലോട്ട് പോകണം എന്നുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം. പാലിൽ നിന്നും തുടങ്ങി പിന്നീട് ബേക്കറി ഐറ്റംസ്, അങ്ങനെ പല കാര്യങ്ങളിലേക്ക് പിന്നീട് ബിസിനസ് വളർത്തുമ്പോൾ എന്തായിരുന്നു ആ ഒരു ബേസിക് അപ്രോച്ച് ബിസിനസ് പ്ലാനിങ്ങിൽ? കാരണം മാർക്കറ്റിംഗ്, നമുക്ക് ഐ ഡി മിൽക്കിൻ്റെ മാർക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴായിരുന്നു ഈ ഒരു ഫ്ലറിഷിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ബേക്കറി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാലിൻ്റെ കൂടെ തന്നെയുള്ള പാലും ബ്രെഡും അല്ലേ ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ബേക്കറി എന്നുള്ള ആശയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ ഉപരിയായിട്ട് തന്നെ ഒരു വീട്ടിൽ ഒരു ഇപ്പോഴത്തേക്ക് എല്ലാ പേരും ഒരു രാവിലെ ഉള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെഡ് തന്നെയാണ്, ബ്രെഡും പാലും തന്നെയാണ്. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിങ്ങാണ്. ഇനി എന്തൊക്കെയായിരിക്കാം നമുക്ക് ഐഡിയയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്? എക്സ്പെക്റ്റ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് നല്ല മൂല്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഒരു ശരിക്കും നമ്മുടെ ഒരു എക്സ്ട്രാക്റ്റ്, അതായത് ഒരു ബിസിനസ് എന്ന് പറയുന്നതിനുപരി ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റുകൾ ഇനി എനിക്ക് എത്രത്തോളം കണ്ടുപിടിക്കുക, അത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓരോ ആശയങ്ങൾ എനിക്കങ്ങനെ തോന്നും. അപ്പോൾ അതിന് ഞാൻ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇപ്പം നല്ലൊരു പ്രോഡക്റ്റായിട്ട് വരുന്നത് നെയ്യ് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു 10 ഏക്കറോളം നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ബനാന ചിപ്സ് അത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്യ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ടപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്യൂരിറ്റി അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഉള്ള നെയ്യ് പോലെ ഞാനിപ്പോൾ എന്തായിരുന്നാലും ലോക്കലൈസ് ചെയ്യുന്നില്ല. എല്ലാം ഓൺലൈൻ മാർക്കറ്റ് വഴി എക്സ്പോർട്ടിനും അതിനുള്ള രീതിയിലുള്ള എല്ലാ സ്റ്റെപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാഴത്തടയിൽ നിന്നുള്ള ഒരു പണ്ടത്തെ നമ്മുടെ വാഴത്തട തോരൻ, അതുപോലെ കൂമ്പിൻ്റെത് തോരൻ, അപ്പോൾ ഇതെല്ലാം ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടുണ്ട്. അതെല്ലാം സക്സസ് ആയി നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് പ്രൊഡക്റ്റ് ഇറക്കുന്ന രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്. സാർ, ഇപ്പോൾ ഈ ഒരു കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കാ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, വീട്, കൃഷിസ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഫാക്ടറി എല്ലാം അടുത്തടുത്താണ്. എന്തുകൊണ്ടാണ്? അത് ഫാമിലി എന്നൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണോ അതോ ആ ഒരു അവൈലബിലിറ്റി വെച്ചിട്ടാണോ? അത് ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള എന്താണോ അതായിരിക്കും ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതെല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്
എൻ്റെ കണ്ണിന് മുമ്പിലുള്ള കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് പ്ലാന്റ് വരുന്നത്, അതുപോലെ തന്നെയാണ് കൃഷിസ്ഥലം വരുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവർക്കും അതിലുള്ള ശ്രദ്ധയുണ്ടാവും. അപ്പോൾ അതിനൊരു ടച്ച് ഉണ്ടാവും, നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ടച്ചിൽ നിന്നും കുറച്ചും കൂടെ ആ ഒരു ID ഫാമിലി വളരാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേരെയും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. തുടക്കത്തിൽ അത്രയും സ്ട്രോങ് റൂട്ടഡ് ആയിട്ട് സാറ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു കോൺസെപ്റ്റ് തോന്നുന്നു, നാളെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നു. അങ്ങനെ ബഡ്ഡിംഗ് സ്റ്റേജിലുള്ള ഓൺട്രപ്രണേഴ്സിന് സാർ എന്തായിരിക്കും ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നത്? നമ്മൾക്ക് എന്ത് ബിസിനസ് ഏതായിരുന്നാലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ തോന്നത്തില്ല. നമുക്ക് ഉള്ളിൽ അത് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ അറിവിലൂടെ ആയിരിക്കാം, നമ്മുടെ അനലൈസേഷനിലൂടെ ആയിരിക്കാം, നമുക്കൊരു സ്ഫുടം ചെയ്തുണ്ടാകുന്ന ഒരു കോൺസെപ്റ്റാണ്. അതൊരിക്കലും ഫെയിലിയർ ആകത്തില്ല. അപ്പോൾ അങ്ങനെ മനസ്സിന് വിശ്വാസമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതിന് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. കാരണം ഞാൻ അന്ന് 2 പശുക്കളുമായിട്ടൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു പ്ലാന്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു അതായത് ഒരു നമുക്കൊരു വീട് വയ്ക്കണം. അതിനൊരു നമ്മൾ സ്ട്രക്ചർ ബേസ് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്ന പോലെ തന്നെയായിരിക്കും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണോ ജോലി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചർ ഉണ്ടാകും. അത് ഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ആർക്ക് കഴിയുന്നോ അവർ സക്സസ് ആവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ, എക്സ്പീരിയൻസ്, അതായത് നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിനെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോകാൻ വഴി. ഇവിടെ വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ഒരു പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയാണ് അപ്പോൾ ഇത്രയും തിരക്കേറിയ ഒരു സമയത്ത് ഹൗ മച്ച് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈഫ് തുടക്ക കാലഘട്ടത്തിൽ? അല്ല, പക്ഷെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ ഫുൾ പോകുന്നുണ്ട്, നല്ല സ്റ്റാഫുകളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. ആദ്യത്തെ സ്റ്റേജിൽ നല്ലപോലെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ലോകം തിരുവനന്തപുരം സിറ്റി തന്നെയായിരുന്നു. ആദ്യത്തെ സ്റ്റേജ് അങ്ങനെയായിരുന്നു, സിറ്റി ആയിരുന്നു അതുകൊണ്ടുള്ള ലോകം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പുറത്ത് പോകുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഹാപ്പിയാണ്. എന്താണ് ഏറ്റവും വലിയ മാറ്റം ഇദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത്? ഒരുപാട് മാറ്റമുണ്ട്. നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ വെറുതെ സംസാരിച്ചിരുന്ന സമയത്ത് ഒരു ഗാന്ധിജിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലേ? അത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും? ആ ഒരു ഇത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? എന്താണ് ആ ഒരു വലിയ മാറ്റം? ഞാൻ വന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ കളിയാക്കുമായിരുന്നു, എന്ത് പറഞ്ഞാലും ഒരു കവളും കൂടെ ഇപ്പുറത്തൂടെ കാണിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര സ്ട്രോങ് ആണ് ആള്. നോ പറയേണ്ടടുത്ത് നോ പറയും. അതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ അല്ലായിരുന്നു, എല്ലാം ഓക്കെ പറയുമായിരുന്നു. അങ്ങനെയല്ല, പറയും. ആ ബൗണ്ടറീസ് സാറിൻ്റെ ആ ഒരു ബിഹേവിയറിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഐഡിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ്. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് കിട്ടുന്ന സന്തോഷം എൻ്റെ കൂടെയുള്ളവർക്ക് സന്തോഷം കിട്ടുമ്പോഴാണ് എനിക്ക് ആ സന്തോഷം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചിരുന്നാൽ, ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും നമ്മുടെ കൂടെ, അതായത് ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് മാത്രമേ അവർ നല്ല രീതിയിൽ ചെയ്യത്തുള്ളൂ, അല്ലാത്തതെല്ലാം വെറുതെ ഒരു ജോലിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ കോൺസെപ്റ്റിൽ നിന്ന് എനിക്ക് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങണമെങ്കിൽ, ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഇതിന് ഇൻവോൾവ് ആവണം. അതായത് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ മാത്രമേ നമുക്കൊരാൾ കൊടുക്കുക, അത് കഴിക്കുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ നമുക്ക് ഇവിടെ. അതാണല്ലോ ഓരോന്നും സക്സസ് ആവാത്തത്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ്, ഞാൻ ഇനി ഇതിൽ സക്സസ് ആവണമെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ അതിലൊരു പൂർണ്ണത ഉണ്ടാകത്തുന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ഞാൻ എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹെഡേക്ക് മൊത്തം ഞാൻ തന്നെ എടുക്കും, മറ്റുള്ളവർ വെറുതെ ഒരു റിമോട്ട് പോലെ വർക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്നെ ഒരുപാട് ദോഷം ചെയ്തു. അവർ വർക്ക് ചെയ്യേണ്ട, അവർക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി എന്നുള്ളതാണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല.
പക്ഷെ അതിലുപരിയായിട്ട് അവർ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യണമെന്നും അപ്പോൾ ആ നിലപാടിൽ ഞാനാണ് മാറേണ്ടതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. മാറ്റങ്ങൾ അവർക്കല്ല, എനിക്കാണ് വേണ്ടതെന്ന് തോന്നി. അപ്പോൾ എൻ്റെ നിലപാട് മാറ്റി, അത്രയേ ഉള്ളൂ, ഞാൻ മാറി. അതെ, അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനും സ്പ്രെഡ് ചെയ്യാനും സാധിക്കും. അത് അവരുടെ കുഴപ്പമല്ല എന്നും എൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം ഞാൻ അവർക്ക് എന്ത് അവയർനെസ് കൊടുക്കുമോ അതായിരിക്കുമല്ലോ മറ്റുള്ളവർ ചെയ്യുന്നത്. അപ്പം തെറ്റെൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. സാറ് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സാർ ഒത്തിരി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്, ആ ഒരു ഫുൾ പിക്ചർ കൊണ്ടുവന്നതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്നുള്ളത്. ഇത് പറയാനും ചിന്തിക്കാനും ഒക്കെ എളുപ്പമാണ്, പക്ഷെ അത് അനുഭവത്തിലേക്ക് വന്നപ്പോൾ സാർ എന്തൊക്കെയായിരുന്നു തരണം ചെയ്യേണ്ടി വന്നത് ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ? ആ പെയിനെല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സ്വീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് ആ പെയിൻ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാവത്തില്ല, അത് അവരറിയേണ്ട കാര്യവുമില്ല. ഇപ്പം നമ്മുടെ ആശയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ആ നടപ്പിലാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണല്ലോ. അപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അത് കാരണം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാറിന്? അല്ല, അതൊരു ബുദ്ധിമുട്ടല്ല, അതൊരു എക്സ്പീരിയൻസാണ്. നമ്മളതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോഴാണ് ഫെയിലിയർ ആവുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുമ്പോഴത്തേക്ക് അത് തോന്നുകയല്ല, അനുഭവിക്കുക ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എന്നുള്ളത് തോന്നത്തില്ല, അത് നമുക്ക് ഫീലാണ് വരുന്നത്. അപ്പോൾ ആ ഫീലിനനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും എല്ലാം അതുപോലെ തന്നെ നന്നാവും. ഈ ഒരു മേഖലയിലേക്ക്, ഒരു ഡയറി മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് സാധനങ്ങൾ ചീത്തയാകാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ബൈ പ്രോഡക്ട്സിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടുണ്ട്. ബൈ പ്രോഡക്റ്റാണ് നെയ്യ് വരുന്നത്. അത് പാലിൻ്റെ ബൈ പ്രോഡക്റ്റാണ് തൈര്, പനീർ, ബട്ടർ, അതെല്ലാം ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചേലാണ്, പക്ഷെ അതിനോടനുബന്ധിച്ച് കുറേ അസുഖങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പാലൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനൊക്കെ എന്തായിരുന്നു പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട്? അല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏത് മേഖലയിലോട്ടാണ് ഇറങ്ങുന്നത് അതിൻ്റെ 100% അറിവ് നമുക്ക് ഉണ്ടാവണം. ആ അറിവ് നമുക്ക് ചിലപ്പോൾ വായനയിലൂടെ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്, പിന്നെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും. അപ്പം ഞാൻ ശരിക്കും ഈ പശുക്കളിൽ നിന്ന് ആദ്യം പശുവിന് കൊടുക്കേണ്ട എന്താ തീറ്റ, അതിന് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. പിന്നെ പാലിന് പശുവിനെ കറക്കുക എന്നുള്ളത് അത് പഠിച്ചു. പിന്നെ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം ഞാൻ പഠിച്ചു. അപ്പോൾ ഇത് പശുവിന് ഒരു മിണ്ടാപ്രാണിയാണല്ലോ. അപ്പോൾ മിണ്ടാപ്രാണിക്ക് ശരിക്കും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു മൃഗത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൃഗത്തിനെ തിരിച്ചറിയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ്, അത് എന്താണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക, അപ്പോൾ അത് നന്നായിട്ട് സക്സസ് ആയിട്ട് പോകും. ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് സാറിൻ്റെ മെമ്മറി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമേ. 60 എന്ന് പറയുന്ന നമ്പറും സാറിൻ്റെ ലൈഫിൽ ഈ ഒരു ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഒരു ബാലൻ എന്ന് പറയുന്ന അതായത് കോവളം ജംഗ്ഷനിൽ ആദ്യമായിട്ട് ഒരു 60 പാക്കറ്റ് പാലാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 60 പാക്കറ്റിൽ നിന്നും ഇന്ന് എത്രത്തോളമാണ് സാറ് ബിസിനസ് വളർത്തിയിരിക്കുന്നത്? ഇപ്പം 50,000-ഓളം പെർ ഡേ, 50,000-ഓളം. അപ്പോൾ ഈ ഒരു വരുന്ന ഒരു ചേഞ്ചസ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ വൈഫ് അല്ലാതെ അമ്മയല്ലാതെ സപ്പോർട്ട് ചെയ്തു എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആരായിരിക്കും? വൈഫും അമ്മയും അല്ലാതെ സ്റ്റാഫാണ്. എന്തൊക്കെയാണ് ഒരു സ്റ്റാഫിൽ സാർ കാണുന്ന ക്വാളിറ്റീസ്? അല്ല, കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു തൊഴിലെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഉയർച്ചയ്ക്കനുസരിച്ച് കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനനുസരിച്ച് അവരും വളരും. ആ ഒരു ഗ്രോത്ത് അല്ലെ, ഈക്വൽ ഗ്രോത്ത് എന്നുള്ളത്. ആദ്യത്തെ ആ ഒരു 60 ലിറ്റർ പാല് അല്ലെങ്കിൽ 60 പാക്കറ്റ് പാല് അത് കൊടുക്കുമ്പോൾ സാറിനുണ്ടായ ഒരു ഫീലിംഗ് എന്താണ്? അത് പ്രതീക്ഷിച്ചിരുന്നോ, അപ്രതീക്ഷിതമായിരുന്നോ? അല്ല, അപ്രതീക്ഷിതമല്ല. ഇപ്പോൾ ഞാൻ ബിസിനസ്സിൽ പ്രോസസ്സിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്ലാന്റായിട്ട് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റോടെയാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം ഹോട്ടൽ വഴിയാണ് ബിസിനസ് ചെയ്തിരുന്നത്. രണ്ടാമതാണ് ഷോപ്പുകളിലോട്ട് തുടങ്ങുന്നത്. അത് ഒരു കാരണമായിട്ട് മാറി. പാക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് അവിടെ കൊടുക്കുന്നത് ഈ ഷോപ്പിലാണ്. ആ ഒരു ബാലൻചേട്ടൻ്റെ കടയിലാണ് കൊടുക്കുന്നത്. ഈ നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത്, ഡയറി എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് രാവിലെ ഒരു ചായ ഇല്ലാത്ത ദിവസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
ഹർത്താൽ ദിവസമാണെന്നുണ്ടെങ്കിലും അല്ല തിരുവോണമാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ദിവസങ്ങൾ നിങ്ങൾ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും കൂടെ കണ്ടെത്താറ്? അല്ല, ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്ന ഫാമിലി തന്നെയാണ്. അപ്പം നമ്മൾക്ക് അതിൽ രണ്ട് വേർതിരിവൊന്നുമില്ല. ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ തിരുവോണവും സ്ഥാപനത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. പ്ലാന്റിൽ തന്നെയാണ് സദ്യ, എല്ലാ സ്റ്റാഫും തീർച്ചയായിട്ടും. കാരണം അവർ നാട്ടിൽ പോവാതെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ കൂടെ അല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ തിരുവോണം ശരിക്കും നമ്മുടെ വീട്ടിലല്ല, സ്ഥാപനത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഈ ഇത്രയും വർഷത്തെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓരോ തിരുവോണവും കഴിഞ്ഞു പോകുമ്പോൾ ID വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ID തിരുവോണവും ഇപ്പോഴത്തെ ഒരു തിരുവോണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാപനം വളരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നമ്മുടെ സന്തോഷവും എല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് സന്തോഷം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണല്ലോ. ആസ് എ ഫാദർ, ആസ് എ ബിസിനസ്മാൻ, രണ്ട് തരത്തിലും നമുക്ക് അവർക്ക് അഡ്വൈസസ് കൊടുക്കാമല്ലോ. എന്തായിരിക്കും സാർ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം? അവരുടെ കഴിവ് എന്താണെന്ന് വെച്ചിട്ട് അവരെ ആ രീതിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ. അതായത് എൻ്റെ ഉദ്ദേശം എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതല്ല, അവരുടെ കഴിവ് എന്താണോ അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ശരിക്കും ശരിയായിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ എടുത്ത തീരുമാനം എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഫാമിലിയുടെയോ എൻ്റെ അച്ഛൻ്റെ തീരുമാനമല്ല. അപ്പോൾ ആ തീരുമാനം അവർക്ക് ഉണ്ടാവുക, അതിലോട്ട് അവർ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരെ ഇന്നതാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കോ വൈഫിനോ ഇല്ല. അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അതെ ഞങ്ങൾ അവരെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് എന്താണ് അവരുടെ ആഗ്രഹം അതനുസരിച്ച് അവരെ പഠിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസിൽ വെച്ച് എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം, ഐഡിയെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ഇല്ലാതെ എങ്ങനെയായിരുന്നു പിടിച്ചു നിന്നത് തുടക്കത്തിൽ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ബിസിനസ്സിലോട്ട്, അതായത് മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചിരുന്നാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാല് ഒരു സ്ഥലത്ത് ഇപ്പം ബാലൻ എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ കൊടുത്തു, അവിടുന്ന് വാങ്ങുന്ന ആൾക്കാരാണ് അടുത്ത കടയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ടാണ് ഈ ബിസിനസ് മാർക്കറ്റ് നല്ല രീതിയിലോട്ട് ഡെവലപ്പായി വന്നത്. അപ്പോൾ അത് പിന്നെ ഏജൻസികളിലോട്ട് പോയി, അങ്ങനെ ആണ് ഈ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ക്വാളിറ്റി കൊണ്ടാണ് ബിസിനസ് ഡെവലപ്പായത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ഞാൻ മാർക്കറ്റിലോട്ട് വന്നത്. ക്വാളിറ്റി ഉണ്ടെങ്കിലും എത്ര നമുക്ക് പബ്ലിസിറ്റി ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റുപാടിൽ വരുന്ന പ്രശ്നങ്ങൾ അതും ധാരാളമുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? പ്രശ്നങ്ങളാണ് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്തിരുന്നാലും തടസ്സം ഉണ്ടാകും. ആ തടസ്സങ്ങൾ പുതിയ മാർഗത്തിലോട്ടുള്ള ഒരു വഴിയാണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും തടസ്സങ്ങൾ വേണമെന്നേ പറയത്തുള്ളൂ. എന്നെ ഇതുവരെ എത്തിച്ച തടസ്സങ്ങളാണ്. എന്തൊക്കെയായിരുന്നു ഗവൺമെൻറ് പ്രോസസ്സസ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അത് ബേസാണ്. അതിൽ ഫുഡ് സേഫ്റ്റി വേണം, ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലൈസൻസ് വരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഏതൊരു ബിസിനസ്സിനും വേണമെന്നുള്ളത് പോലെ ഇതിന് വേണം. അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. മാളു എത്തുന്നത് വരെ പാക്കിങ്ങിലും അല്ലെ, പല ദിവസങ്ങളിലും ഉറക്കം ഒളഞ്ഞ് സാറിനെ രാവിലെ എണീപ്പിക്കുന്നതിന് വരെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തായിരുന്നു ആ ഒരു തുടക്കകാലത്തിൽ അമ്മ മകൻ കോമ്പിനേഷൻ ID മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം? അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ ഫീൽഡിലോട്ട് വന്നു, ഇതിലോട്ട് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാടുകളിൽ എൻ്റെ കൂടെ ആദ്യം തുണയായിട്ട് നിന്നത് അമ്മ തന്നെയാണ്, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം അന്ന് ശരിക്കും ഈ പാക്കിംഗ് മെഷീനൊന്നുമില്ല, സീലിങ്ങാണ്. അന്ന് ഞാൻ പാല് കൊണ്ടുവരുന്നത് അമ്മയാണ്, പാൽ ഒഴിച്ചിരുന്ന് സെയിൽ ചെയ്യുക, ഞാൻ ബിസിനസ്സിൽ, അതായത് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് മുതൽ എല്ലാ കാര്യങ്ങളും, അതായത് ഞാനിപ്പോൾ ഒരു രാത്രി കിടക്കുന്ന ചില 12 മണിയായിരിക്കും,
കിടന്നിട്ട് അടുത്ത 2 മണിക്ക് വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ആ 2 മണിക്കൂർ ടൈമാണ് എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. ആ സമയത്ത് എന്നെ വിളിച്ചു കൊണ്ടുവന്നത് എല്ലാം അമ്മയാണ്. അപ്പോൾ അമ്മ എത്രത്തോളം ഉറങ്ങിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാരണം 12 മണിക്ക് ഞാൻ കിടക്കുന്നെങ്കിൽ അതിന് ശേഷമാണ് അമ്മ കിടക്കുന്നത്. എന്നെ 2 മണിക്ക് വിളിച്ചുണർത്തണമെങ്കിൽ അമ്മ എപ്പോഴായിരിക്കും ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും അപ്പോഴത്തെ സമയത്തൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അമ്മ എന്നുള്ള ഒരു മാതൃതുല്യത്തിൻ്റെ ആ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞൂടാ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനുഷ്യർ അത് തിരിച്ചറിയുന്നത് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ഫ്രീ ആയിരിക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും നല്ല സമയം ഉണ്ടാകത്തില്ല. ആ വാല്യൂ മനസ്സിലാവുന്നതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അമ്മയുടെ വാല്യൂ വളരെ വലുതാണ്. എങ്ങനെയാണ് മാളുവിൻ്റെ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്? സപ്പോർട്ട് ഫുള്ളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതിലോട്ട് മാക്സിമം ഇപ്പം ഞാൻ പ്ലാനിലായിരിക്കും. അപ്പോഴും അമ്മയാണ് ഫുള്ള് എല്ലാവരുടെ കാര്യം നോക്കുന്നത്. എൻ്റെ അതേ ഒരു ചുമതലയാണ് ഇപ്പം അമ്മ നോക്കുന്നത്. വലിയ സപ്പോർട്ടാണ്, പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരമ്മയല്ല, 2 അമ്മമാരാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എന്നില്ല, എൻ്റെ അമ്മ രണ്ടുപേർക്കും അങ്ങനെയില്ല. അതാണ് ഞാൻ അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞാൻ 2 പേര്. എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞൊരു വാചകം, എനിക്കിപ്പോൾ 2 അമ്മമാരെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ 2 പേരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ തുടക്കമുള്ള സമയത്തൊക്കെ ശരിക്കും ഒരമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ മുടക്കുമുതലെന്ന് പറയുന്നത് എൻ്റെ അധ്വാനം മാത്രമാണ്. അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് എൻ്റെ ഭാര്യ വന്നു. അതുകൊണ്ടൊന്നും ആവത്തില്ലല്ലോ, അടുത്ത സ്റ്റെപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഉള്ള സ്വർണ്ണമാണ്. അപ്പം ഞങ്ങളൊന്നും ചിന്തിക്കാത്തതാണ് അമ്മ എന്ന് പറയുന്നത്, ഈ സ്വർണം പിന്നെ നിങ്ങളത് വിൽക്കുകയോ പിന്നെ എന്ത് വേണേൽ ചെയ്തോ, ഇത് ഇപ്പോൾ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്താൽ മതി എന്ന് പറയുന്നത് ഒരു ശരിക്കും വലിയൊരു സപ്പോർട്ടായിരുന്നു. ശരി, ഒരിക്കലും ഞാൻ അതായത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു അടുത്ത ദിവസം കൊണ്ട് ഞങ്ങളിത് കൊണ്ട് വിൽക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഒരു മോറൽ സപ്പോർട്ട് മാത്രമല്ല അല്ലേ, ഏതൊരു രീതി നോക്കി കഴിഞ്ഞാലും സപ്പോർട്ടാണ്. എന്താ നിങ്ങൾക്കൊക്കെ ഇഷ്ടം? ഹോബീസ് എന്തൊക്കെയാണ്? ഡാൻസ്. 2 ആളും പഠിക്കുന്നുണ്ടോ ഡാൻസ്? എന്തൊക്കെയാണ് ഡാൻസ് ആയിട്ടോ പഠിക്കുന്നത്? മോളോ? അങ്ങനൊന്നുമില്ല, നമുക്കെല്ലാം ഇഷ്ടമാണ്. ഏത് സെയിം ആണ് പഠിക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യം ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു സ്കൂൾ തുടങ്ങും, ഞാൻ ചിന്തിക്കുക എപ്പോഴും അതിൻ്റെ എത്രത്തോളം കുട്ടികളെ കൂട്ടാം അങ്ങനെയാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്, ഏതൊക്കെ വശത്തു നിന്ന് എനിക്ക് പ്രശ്നം വരാം എന്നുള്ളത്. സാറിൻ്റെ പക്ഷേ സംസാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടതും അതാണ്, നെഗറ്റീവ്സിനെ കുറിച്ചാണ് സാർ ആദ്യം ചിന്തിച്ചതെന്നുള്ളത്. എന്തുകൊണ്ടാണ് സാർ അത്തരത്തിലുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പോകാൻ കാരണം? അത് ഞാൻ ചിന്തിക്കേണ്ട കാര്യം വെച്ചിരുന്നാൽ, ഒന്ന് എൻ്റെ ആശയം കംപ്ലീറ്റഡ് ആണ്, പക്ഷേ ആ ആശയം സമൂഹത്തിന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. ആ ബുദ്ധിമുട്ട് എന്നിലോട്ട് എൻ്റെ പ്രശ്നമല്ലല്ലോ, മറ്റുള്ളവരുടെ പ്രശ്നമാണ്. ആ മറ്റുള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സക്സസ് ആണ് അല്ലേ. അത് നമുക്ക് ആദ്യം ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ആ സക്സസ് അല്ല എൻ്റെ മുമ്പേ ഉള്ളത്, പരാജയം തന്നെയാണ്. ആ പരാജയത്തിനെ അവർ ഏറ്റുപിടിക്കും, ആ രീതിയിലേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സാണ് വരുന്നത്. ആ നെഗറ്റീവ്സ് എന്ന് നമ്മൾ സക്സസ്സിലോട്ട് എത്തിക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ നമ്മൾ തിരിച്ച് എതിർക്കാൻ നിന്നിട്ട് കാര്യമില്ല. അവരുടെ കോൺസെപ്റ്റിൽ ശരിയാണ്, എൻ്റെ കോൺസെപ്റ്റിൽ ശരിയാണ്. കാരണം അവരുടെ അറിവിൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് രക്ഷപ്പെട്ടിട്ടില്ല. അതൊരു തൊഴിൽ, നമ്മുടെ ഉപജീവന മാർഗം മാത്രമാണ്. അത് അവർക്കറിയാമെന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. അതിനെ ഒരു തൊഴിൽ സക്സസ് ആക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ ആ സക്സസ് ആക്കിയപ്പോൾ അംഗീകരിച്ചു, അതുവരെ വിമർശിച്ചു. ആ അംഗീകാരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 2 പശുക്കളാണ്. അതെ അതെ അതെ. ഇന്ന് എത്രത്തോളമാണ്? അന്നെന്ന് പറയുന്ന കിട്ടിയ 2 പശു എന്നുള്ളതായിരുന്നു അന്ന് സാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്ന് പക്ഷെ എങ്ങനെയാണ്? പശുക്കളെ വാങ്ങുമ്പോൾ ബ്രീഡ് കാര്യങ്ങൾ അതൊക്കെ നോക്കിയാണോ? അല്ല, ഞാൻ അതെല്ലാം ഇപ്പോൾ 2 പശുക്കളിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് നമ്മൾ പഠിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത് എത്ര പാലുൽപാദന ശേഷിയുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ട് പിന്നെ വാങ്ങുന്നതിൽ നിന്നാണ് തിരിച്ചറിയുക. അപ്പോൾ ആ തിരിച്ചറിയലിലൂടെ ആയിരിക്കും അടുത്ത പിന്നെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കൂടിയിരിക്കുന്നത്. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ പറയുന്നത്. ടെക്നോളജീസ് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഐഡിയയിൽ നമ്മൾ കൊണ്ടുവന്ന ടെക്നോളജിക്കൽ മാറ്റങ്ങൾ? പാലിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ആ പ്രോസസ്സിങ് മാത്രമാണ് ഇതിനുള്ളത്. അതിൽ പിന്നെ പാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അതായത് പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഞങ്ങൾ ചേർക്കുന്നില്ല. അപ്പോൾ പാലിന് നല്ല രീതിയിൽ അതിൻ്റെ MBRT ടെസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്യുക, പാലിന് ആ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് വേണം പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്ന് 80 ഡിഗ്രി തിളപ്പിച്ചിട്ട് ഒരു 2 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ 5 hours വരുന്നത്. അത് ശരിക്കും ടെമ്പറേച്ചർ ഇല്ലാതെ തന്നെ ഏതാണ്ട് 12 മണിക്കൂർ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ 2 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാലിന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പാലിനുള്ള ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 3 days. ആ ടെമ്പറേച്ചറിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. നമ്മൾ പ്രോസസ്സ് ചെയ്ത പാലാണെങ്കിലും ഏതാണ്ട് ഒരു 12 മണിക്കൂർ വരെ ഫ്രിഡ്ജിലല്ലെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഈ പ്രോസസ്സ് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞുള്ള പാൽ പിന്നെ ഫ്രിഡ്ജ് വെച്ചാൽ ചീത്തയായി പോകും. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് വളർത്താൻ? ഇപ്പം ഔട്ട്സൈഡ് മാർക്കറ്റിംഗ് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഓൺലൈനായിട്ട് ഉള്ള ഷോപ്പിംഗ് ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഐഡിയ ഇപ്പോൾ എത്രത്തോളമാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അപ്പോൾ നമ്മുടെ പാലിൻ്റെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഓൺലൈൻ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അത് നെയ്യ് മെയിനായിട്ട് വരുന്നുണ്ട്. രണ്ടാമത് ചിപ്സ്, റാ ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബനാന പൗഡർ വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്യുവർ ഗീ വെച്ചിട്ട് തന്നെ തിരുനെൽവേലി അലുവ, അത് പിന്നെ അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതും ഓൺലൈൻ വഴി എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഉടനെ തന്നെ അത് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലുള്ള പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ചിപ്സ് പറയുമ്പോഴത്തേക്ക് ഞാനത് പാക്കിംഗ് സിസ്റ്റം ഒരു ബക്കറ്റ് ചിപ്സ് എന്നുള്ള രീതിയിലാണ് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് നല്ല അതായത് ഹൈജീനിക്കായിട്ട് ഹാംഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലോട്ടൊരു പ്ലാനാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ തിരുനെൽവേലി അലുവ, പാൽഗോവ, ഇതെല്ലാം അത്രയും പ്യൂരിറ്റിയോടുകൂടി ഓൺലൈൻ വഴി കൊടുക്കുന്ന ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്താണ് ID പുതിയതായിട്ട് നമുക്ക് നൽകാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ ഓണത്തിനോടനുബന്ധിച്ച് തന്നെ മാർക്കറ്റിൽ ഇറക്കാനുള്ള പ്ലാനാണ്. ഇപ്പം നെയ്യുടേതായിരുന്നാലും ഈ പറഞ്ഞ ബാക്കിയുള്ള ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഓണത്തിന് ഇറക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഇലയുടെ തുമ്പിൽ ID ചിപ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാദ് പകർന്നു നൽകുന്നത്. നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു വിളവാണ്. ഒരുപക്ഷെ ഈ വർഷം നമുക്ക് ഏറ്റവും നല്ല ഓണാശംസകൾ നേരാൻ പറ്റിയൊരു കുടുംബത്തോടൊപ്പമാണ് നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഓണം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കഠിനാധ്വാനം കൊണ്ട് വെറും ഒരു ആഗ്രഹത്തിൽ നിന്ന് ഇന്ന് പടർന്ന് പന്തലിച്ച് ID മിൽക്കായി നിൽക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയും നേരം നമ്മളൊത്ത് സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. ഓണാശംസകൾ.